ടോപ്പ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 9 വിക്കറ്റിന് 503 റൺസിന് ഡിക്ലെയർ ചെയ്തപ്പോൾ ശ്രീലങ്ക ഒന്നാം ഇന്നിംഗ്സിൽ 290 പുറത്തായി. 213 റൺസിന്റെ ലീഡ് നേടിയ ഇന്ത്യ ശ്രീലങ്കയെ ഫോളോ ഓൺ ചെയ്യാൻ വിടുകയായിരുന്നു. എന്നാൽ ശ്രീലങ്ക ആവട്ടെ 9 വിക്കറ്റിന് 429 എന്ന നിലയിൽ പൊരുതിയതോടെ ഇന്ത്യക്ക് സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഫോളോ ഓൺ ചെയ്തിട്ടും ജയിക്കാൻ കഴിയാത്ത നായകനായി എന്ന റെക്കോർഡ് ആദ്യമായി ശുഭ്മാൻ ഗില്ലിനെ തേടിയിട്ടിരിക്കുകയാണ്. 1987 കപിൽ ദേവും 3 തവണ മുഹമ്മദ് അസറുദ്ദീനും 1 തവണ MS ധോണിയും 2 തവണ വിരാട് കോഹ്ലിയും 1 തവണ രോഹിത് ശർമ്മയുമുണ്ട്. എന്നാൽ ഈ നായകന്മാരെല്ലാം തന്നെ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ ഫോളോ ഓൺ ചെയ്യിച്ചിട്ടും പരാജയപ്പെട്ട നായകനായി ശുഭ്മാൻ ഗിൽ മാത്രമാണുള്ളൂ. ഈ പരമ്പര തൂത്തുവാരി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിൽ പോയിന്റ് ഉയർത്തുക എന്ന ലക്ഷ്യം തകർന്നിരിക്കുകയാണ്. BCCIക്കും കോച്ച് ഗൗതം ഗംഭീറിനും ശുഭ്മാൻ ഗില്ലിനും വളരെ പാടുപെടേണ്ടി വരും. ശ്രീലങ്ക താരം ദിനേഷയുടെ പ്രകടനമാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടിയ താരം ശ്രീലങ്കയെ പരാജയത്തിൽ നിന്നും തിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മത്സരശേഷം ശുഭ്മാൻ ഗിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പര 1-0 സ്വന്തമാക്കിയെങ്കിലും 2 ടെസ്റ്റും ജയിച്ച് പരമ്പര തൂത്തുവാരാൻ കഴിയാത്തത് നിരാശയുണ്ടെന്ന് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ പറഞ്ഞു. എന്നാൽ പരമ്പരയിലെ 10 ദിവസങ്ങളിൽ 9 ദിവസവും ഇന്ത്യയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതെന്നും ശുഭ്മാൻ ഗിൽ പറഞ്ഞു. വിജയം നഷ്ടമായത് നിരാശാജനകമാണ്. പക്ഷേ തോൽവിയുടേതുപോലെ ഈ സമനില വേദനിപ്പിക്കുന്നില്ല. ഈ പരമ്പരയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കൂട്ടിച്ചേർത്തു. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.